പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. കേരള നവോത്ഥാന നായകന്മാരുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ 10ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സയ്യിദ് അലവി തങ്ങൾ അല്ലെങ്കിൽ മമ്പുറം തങ്ങൾ 1753 മുതൽ 1844 വരെയുള്ള കാലഘട്ടം. കേരളത്തിലെ മുസ്ലിങ്ങളുടെ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു സയ്യിദ് അലവി തങ്ങൾ. മമ്പുറം തങ്ങൾ ഒന്നാമൻ എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. മമ്പുറം തങ്ങൾ ഒന്നാമൻ 1753 അദ്ദേഹം ജനിച്ചത്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ആര്? സയ്യിദ് അലവി തങ്ങൾ അല്ലെങ്കിൽ മമ്പുറം തങ്ങൾ. 1753 യമനിൽ ജനിച്ച ഇദ്ദേഹം തന്റെ 17ാം വയസ്സിലാണ് കപ്പൽ മാർഗം കേരളത്തിലെത്തുന്നത്. അപ്പൊ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? യമനിലാണ് ജനിച്ചത്. യമനിലാണ് ജനിച്ചത്. കുറച്ചുകാലം കോഴിക്കോട് താമസിച്ച ഇദ്ദേഹം പിന്നീട് മമ്പുറത്തെത്തി മതപണ്ഡിതനായ സയ്യിദ് ഹസൻ ജിഫ്രിയോടൊപ്പം സ്ഥിരതാമസമാക്കി. മമ്പുറത്തെ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇദ്ദേഹത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മതനവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർത്തിയെടുക്കാൻ ഇദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതല്ല. എന്താണ്? മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർത്തിയെടുക്കാൻ ഇദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതല്ല. മുട്ടിച്ചിറ ലഹള എന്താണ്? ചേരൂർ ലഹള എന്നീ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് അലവിയാണെന്ന് സർക്കാർ വിശ്വസിച്ചിരുന്നു. 1801-2 കാലഘട്ടം 1817-18 കാലയളവുകളിൽ നടന്ന മാപ്പിള ലഹളകളിൽ സയ്യിദ് അലവി തങ്ങൾക്ക് പങ്കുണ്ടെന്ന് കരുതി ബ്രിട്ടീഷ് സൈന്യം പിടികൂടിയെങ്കിലും വിട്ടയച്ചു. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ അറബി ഭാഷയിൽ സയ്യിദ് അലവി തങ്ങൾ രചിച്ച കൃതിയാണ് സൈഫുൽ ബത്താർ. ഏതാണ്? സൈഫുൽ ബത്താർ എന്ന കൃതി രചിച്ചത് ആരാണ്? സയ്യിദ് അലവി തങ്ങളാണ്. ഏതായിരുന്നു പ്രമേയം? ബ്രിട്ടീഷ് കൊളോണിയലിത്തിന് എതിരെ ഉള്ള ആയിരുന്നു പ്രമേയം. ചേരൂർ വിപ്ലവത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നതും മമ്പുറം സയ്യിദ് അലവി തങ്ങളാണ്. ഓക്കെ അല്ലേ? അടുത്ത നവോത്ഥാന നായകൻ ആരാണ്? പാമ്പാടി ജോൺ ജോസഫ് ആണ്. പാമ്പാടി ജോൺ ജോസഫ്. കാലഘട്ടം 1887-1940. ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച നേതാവാണ് പാമ്പാടി ജോൺ എന്നറിയപ്പെടുന്ന ജോൺ ജോസഫ്. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്? ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാമ്പാടി ജോൺ ജോസഫ് പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? ഔസേപ്പ് എന്നായിരുന്നു പാമ്പാടി ജോൺ ജോസഫിന്റെ ആദ്യകാല നാമം. 1887 കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. 1887. 1919 സാധുജന ദൂതൻ, പ്രീവിയസ് ഒരു ചോദ്യമാണ്, സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ് ആണ്. 1919. തൊട്ടുകൂടായ്മയ്ക്ക് എതിരെ 1921 ജനുവരി 14 തിരുവിതാംകൂർ ചേരമർ മഹാജന സഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്, PYQ ആണ്. എന്താണ്? തൊട്ടുകൂടായ്മയ്ക്കെതിരെ 1921 ജനുവരി 14 തിരുവിതാംകൂറിൽ ചേരമർ മഹാജനസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. ചേരമാർ എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് കേരളത്തിലെ സ്വന്തം ജനങ്ങൾ എന്നാണ്. ചേരമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്വന്തം ജനങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാണ് പാമ്പാടി ജോൺ ജോസഫ് പറഞ്ഞത്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യമാണ് ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല എന്ന് പറഞ്ഞത്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യമാണ് ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല എന്ന് ഉള്ളത്. 1931 ജൂണിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ് ആണ്. എന്താണ്? സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന പുസ്തകം എഴുതിയത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. ദളിത് ക്രിസ്ത്യാനികൾക്ക് എതിരെ സിറിയൻ ക്രിസ്ത്യാനികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് പാമ്പാടി ജോൺ ജോസഫ് രചിച്ച കൃതിയാണ് ചെറുമ ബോയ്. എന്താണ്? ചെറുമ ബോയ് എന്ന് പറയുന്ന കൃതി രചിച്ചതാരാണ്? പാമ്പാടി ജോൺ ജോസഫ് ആണ്. എന്താണ് പ്രമേയം? ദളിത് ക്രിസ്ത്യാനികൾക്ക് എതിരെ സിറിയൻ ക്രിസ്ത്യാനികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് പാമ്പാടി ജോൺ ജോസഫ് രചിച്ച കൃതിയാണ് ചെറുമ ബോയ് എന്ന് പറയുന്ന പുസ്തകം. അടുത്തത്
മുലൂർ എസ് പത്മനാഭ പണിക്കർ കാലഘട്ടം 1869 മുതൽ 1931 വരെയുള്ള കാലഘട്ടം. മുലൂർ എസ് പത്മനാഭ പണിക്കർ തിരുവിതാംകൂറിലെ പ്രമുഖ സാഹിത്യകാരനും കവിയുമായിരുന്ന മുലൂർ സരസകവി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സരസകവി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? തിരുവിതാംകൂറിലെ പ്രമുഖ സാഹിത്യകാരനായ മുലൂർ എസ് പത്മനാഭ പണിക്കരാണ്. 1869 ആലപ്പുഴ ജില്ലയിലെ മാന്നാറിലാണ് അദ്ദേഹം ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ 1869 മുലൂർ എസ് പത്മനാഭ പണിക്കർ ജനിക്കുന്നത്. 1914 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. കേരള കൗമുദിയിലെ ആദ്യത്തെ പത്രാധിപരായിരുന്നു ആര്? മുലൂർ എസ് പത്മനാഭ പണിക്കർ. 1913 കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് സരസകവിപ്പട്ടം മുലൂരിന് നൽകിയത്. എന്നാണ് നൽകിയത്? 1913 നൽകിയത്. മുലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇലവുംതിട്ടയിലാണ്. എവിടെയാണ് മുലൂരിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ലയിലെ ഇലവുംതിട്ടയിലാണ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പിന്നെ കിരാതം, കവിരാമായണം, ഹരിചന്ദ്രോപാഖ്യാനം, കിളിപ്പാട്ട്, സ്ത്രീധർമ്മം, നളചരിതം, കൃഷ്ണാർജുന വിജയം, ആസന്ന മരണ ചിന്താശതകം, കുചേലവൃത്തം ആട്ടക്കഥ, കോകില സന്ദേശം, അവസരോക്തിമാല, പിന്നെ ബാലബോധനം, നീതിസാര സമുച്ചയം, സന്മാർഗ ചന്ദ്രിക തുടങ്ങിയവയാണ് മുലൂരിന്റെ പ്രധാനപ്പെട്ട രചനകളായിട്ട് പറയുന്നത്. അടുത്ത നവോത്ഥാന നായകൻ ആരാണ്? ടി കെ മാധവനാണ്. ആരാണ്? ടി കെ മാധവൻ. 1885 1930 കാലഘട്ടം. 1885 സെപ്റ്റംബർ 2 മാവേലിക്കരയിലെ കണ്ണമംഗലം എന്ന ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത്? ടി കെ മാധവൻ ജനിക്കുന്നത്. 1885 സെപ്റ്റംബർ 2 മാവേലിക്കരയിലെ കണ്ണമംഗലം എന്ന ഗ്രാമത്തിൽ. 20-ാം നൂറ്റാണ്ടിലെ ഈഴവ സമുദായ പരിഷ്കർത്താക്കളിൽ പ്രധാനിയായിരുന്നു ആര്? മാധവൻ. 20-ാം നൂറ്റാണ്ടിലെ ഈഴവ സമുദായ പരിഷ്കർത്താക്കളിൽ പ്രധാനിയായിരുന്നു മാധവൻ. കേരളത്തിലെ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിലെ അനിഷേധ്യ നേതാവ് എന്നറിയപ്പെടുന്നു ആര്? ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് മുഖ്യ സംഘാടകൻ ടി കെ മാധവനായിരുന്നു. അദ്ദേഹമായിരുന്നു. എന്താണ്? പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. വൈക്കം സത്യാഗ്രഹത്തിന് മുഖ്യ സംഘാടകൻ ആരായിരുന്നു? ടി കെ മാധവനായിരുന്നു. 1903 ടി കെ മാധവൻ സ്ഥാപിച്ച സംഘടനയാണ് ഈഴവ സമാജം. എന്താണ്? ഈഴവ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ടി കെ മാധവനാണ്. എന്നാണ് സ്ഥാപിച്ചത്? 1903 സ്ഥാപിച്ചത്. 1914 ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം പരിചയപ്പെട്ടു. കെ പി കയ്യാലക്കലുമായി ചേർന്ന് ടി കെ മാധവൻ പ്രസിദ്ധീകരിച്ച വാരികയാണ് ദേശാഭിമാനി. ഏതാണ്? ദേശാഭിമാനി. 1915 കൊല്ലത്ത് നിന്നുമാണ് പ്രസിദ്ധീകരിച്ചത്. 1918-20 കാലയളവിൽ ശ്രീമൂലം പ്രജാസഭയിൽ ടി കെ മാധവൻ അംഗമായി. ഓക്കെ അല്ലെ? കേരള ചരിത്രത്തിൽ ക്ഷേത്ര പ്രവർത്തനവാദത്തിന്റെ ജനയിതാവായാണ് ടി കെ മാധവൻ അറിയപ്പെടുന്നത്. എന്താണ്? കേരള ചരിത്രത്തിൽ ക്ഷേത്ര പ്രവർത്തനവാദത്തിന്റെ ജനയിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ടി കെ മാധവനാണ്. പിന്നെ പറയുന്ന ചോദ്യം എന്താ? നവോത്ഥാന ചരിത്രത്തിലെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്നു. നവോത്ഥാന ചരിത്രത്തിലെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ടി കെ മാധവനാണ്. 1921 തിരുനെൽവേലിയിൽ വെച്ച് മഹാത്മാഗാന്ധി അദ്ദേഹം കണ്ടുമുട്ടി. 1921 തിരുവാർപ്പ് കണ്ണൻകുളങ്ങര എന്നീ സ്ഥലങ്ങളിലെ ക്ഷേത്ര പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു. ടി കെ മാധവൻ. ടി കെ മാധവൻ നയിച്ച പൗരസമത്വവാദ പ്രക്ഷോഭത്തിന്റെ ഫലമായി റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിച്ചു. ഇതിന്റെ ഫലമായാണ് അവർണ ഹിന്ദുക്കൾക്കും അഹിന്ദുക്കൾക്കും റവന്യൂ വകുപ്പുകളിൽ ഉദ്യോഗം ലഭിച്ചു തുടങ്ങിയത്. ടി കെ മാധവൻ നയിച്ച പൗരസമത്വവാദ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിച്ചിട്ട് ഇതിന്റെ ഫലമായിട്ടാണ് അവർണ ഹിന്ദുക്കൾക്കും അഹിന്ദുക്കൾക്കും റവന്യൂ വകുപ്പുകളിൽ ഉദ്യോഗം ലഭിച്ചു തുടങ്ങിയത്. ഓക്കെ. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിലും 1924 ബെൽഗാം സമ്മേളനത്തിലും ടി കെ മാധവൻ പങ്കെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിലും 1924 ബെൽഗാം സമ്മേളനത്തിലും ടി കെ മാധവൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് പറയുന്ന പോയിന്റ് എന്താണ്? SNDPയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ധർമ്മഭട സംഘം എന്ന സംഘടന രൂപീകരിച്ചു. 1930 ഏപ്രിൽ 27 അദ്ദേഹം അന്തരിച്ചു. 1930 ഏപ്രിൽ 27.
ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ നങ്ങ്യാർകുളങ്ങരയിൽ ടി.കെ. മാധവൻ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ്? മാവേലിക്കരയില് നങ്ങ്യാർകുളങ്ങരയില് ടി.കെ. മാധവന്റെ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നു. ഡോക്ടർ പൽപുവിന്റെ ജീവചരിത്രം, ഹരിദാസി, ക്ഷേത്രപ്രവേശനം, എന്റെ ജയിൽവാസം എന്നിവയാണ് ടി.കെ. മാധവന്റെ പ്രധാനപ്പെട്ട കൃതികൾ. എന്താണ്? ഡോക്ടർ പൽപുവിന്റെ ജീവചരിത്രം, ഹരിദാസി, പിന്നെ ക്ഷേത്രപ്രവേശനം, എന്റെ ജയിൽവാസം എന്നിവയായിരുന്നു ടി.കെ. മാധവന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഓക്കെ അല്ലേ? അടുത്തത് ആരാണ്? കെ.പി. കേശവമേനോൻ. കെ.പി. കേശവമേനോൻ സ്വാതന്ത്ര്യ സമര സേനാനിയും സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായിരുന്ന കെ.പി. കേശവമേനോൻ 1886 പാലക്കാട് ജില്ലയിലാണ് ജനിച്ചത്. എവിടെ ജനിച്ചത്? പാലക്കാട് ജില്ലയിലാണ് കെ.പി. കേശവമേനോൻ ജനിച്ചത്. പാലക്കാട് രാജാവിന് ചെറുമകനായിരുന്ന നവോത്ഥാന നായകനാണ് ആര്? കെ.പി. കേശവമേനോൻ. പാലക്കാട് രാജാവിന് ചെറുമകനായിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? കെ.പി. കേശവമേനോനാണ്. ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേരെന്തായിരുന്നു? കുട്ടൻ എന്നായിരുന്നു കെ.പി. കേശവമേനോന്റെ കുട്ടിക്കാലത്തെ പേര്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നാണ് കെ.പി. കേശവമേനോൻ അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കെ.പി. കേശവമേനോൻ ആണ്. 1915 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അദ്ദേഹം അംഗമായി. കെ.പി. കേശവമേനോൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായത് 1915 ഓക്കെ. പിന്നീട് പറയുന്ന കാര്യം എന്താണ്? 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയും ആരാണ്? കെ.പി. കേശവമേനോനാണ്. കെ.പി. കേശവമേനോൻ ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം 1916 ലക്നോ സമ്മേളനമാണ് അല്ലെ? ലക്നോ സമ്മേളനത്തിന്റെ പ്രത്യേകത ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ. മിതവാദികളും തീവ്രവാദികളും യോജിച്ചത് പിളർപ്പ് കഴിഞ്ഞ് യോജിച്ചത് 1916 ലക്നോ സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിലാണ് കെ.പി. കേശവമേനോൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന കോൺഗ്രസ് സമ്മേളനം 1916. പിന്നീട് പറയുന്ന കാര്യം എന്താ? 1922 ഗയാ സമ്മേളനത്തിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 1922 ഗയാ സമ്മേളനത്തിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ആനി ബസന്റിന്റെ ഹോം റൂൾ ലീഗിൽ പ്രവർത്തിച്ച കേശവമേനോൻ 1921 നിസ്സഹകരണ പ്രസ്ഥാനവുമായി പ്രവർത്തിച്ച് ഗാന്ധിജിയുമായി കൂടുതൽ അടുത്തു. കോഴിക്കോട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി കെ.പി. കേശവമേനോൻ ആയിരുന്നു. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? മഞ്ചേരി രാമയ്യർ ആയിരുന്നു. മലബാർ കലാപകാലത്തെ KPCCയുടെ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കെ.പി. കേശവമേനോൻ ആയിരുന്നു. എന്നാണ് മലബാർ കലാപ സമയത്ത് 1921 മലബാർ കലാപം നടക്കുന്നത്. 1921 മലബാർ കലാപത്തിന്റെ സമയത്ത് KPCCയുടെ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കെ.പി. കേശവമേനോൻ ആണ്. ഓക്കെ, പ്രധാനപ്പെട്ട പോയിന്റ് അടുത്തത് 1923 മാതൃഭൂമി ദിനപത്രം എവിടെ നിന്ന് ആരംഭിച്ചു? കോഴിക്കോട് ആസ്ഥാനമാക്കി ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ കെ.പി. കേശവമേനോൻ ആണ്. അപ്പൊ മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? കെ.പി. കേശവമേനോനാണ്. എന്നാണ് സ്ഥാപിച്ചത്? എന്നാണ് ആരംഭിച്ചത്? 1923 എവിടെ വെച്ചാണ് ആരംഭിച്ചത്? കോഴിക്കോട് ജില്ലയിൽ വെച്ചാണ് ആരംഭിച്ചത്. പിന്നീട് പറയുന്ന പോയിന്റ് എന്താ? 1927 മലയായിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ മലേഷ്യയിലേക്ക് പോവുകയും ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. മലയായിൽ പോയി അദ്ദേഹം ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുന്നതിന് പ്രവർത്തിച്ചു എന്ന് 1927. അതോടൊപ്പം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിന്റെ പ്രസിദ്ധീകരണ വിഭാഗം മന്ത്രിയാവുകയും ചെയ്തു. ജപ്പാൻകാർ ഇദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട്. 1946 അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. ഓക്കെ, 1951-52 കാലയളവിൽ സിലോണിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ആയിരുന്നു ആര്? കെ.പി. കേശവമേനോൻ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയായ കഴിഞ്ഞ കാലം എന്താണ്? പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കഴിഞ്ഞ കാലം എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലം എന്ന് പറയുന്ന ആത്മകഥ ആരുടെയാണ്? കെ.പി. കേശവമേനോന്റെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആത്മകഥയായ കഴിഞ്ഞ കാലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് 1958. ഓക്കെ, കെ.പി. കേശവമേനോന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് രാഷ്ട്രപിതാവ് 1966. 1966 അദ്ദേഹത്തിന് എന്താണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നു കൃതി? രാഷ്ട്രപിതാവ് എന്നുള്ളതായിരുന്നു കൃതി. പിന്നീട് പറയുന്ന പോയിന്റ് എന്താ? കെ.പി. കേശവമേനോന് പത്മഭൂഷൺ ലഭിച്ചത് 1966. കെ.പി. കേശവമേനോന് പത്മഭൂഷൺ ലഭിച്ചത് 1966.
പിന്നെ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ബിലാത്തി വിശേഷം എന്ന് ഇദ്ദേഹം എഴുതിയ യാത്രാ വിവരണമാണ്. അതായത് ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലണ്ട് പ്രമേയമായിട്ട് വരുന്ന അദ്ദേഹത്തിന്റെ യാത്രാ വിവരണമാണ് ബിലാത്തി വിശേഷം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് KP കേശവമേനോൻ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് നവഭാരത ശില്പികൾ. നവഭാരത ശില്പികൾ എന്ന് പറയുന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയതാരാണ്? KP കേശവമേനോനാണ്. അതിന് പ്രതിപാദ്യം എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് നവഭാരത ശില്പികൾ എന്ന് പറയുന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, KP കേശവമേനോൻ തന്റെ ജയിൽവാസത്തിനിടെ എഴുതിയ കൃതിയാണ് ബന്ധനത്തിൽ നിന്ന്. ബന്ധനത്തിൽ നിന്ന് എന്ന് പറയുന്ന കൃതി ഏത് സാഹചര്യത്തിലാണ് KP കേശവമേനോൻ എഴുതിയത്? തന്റെ ജയിൽവാസത്തിനിടെ എഴുതിയ കൃതിയാണ് ബന്ധനത്തിൽ നിന്ന് എന്ന് പറയുന്ന കൃതി. ഓക്കെ, പിന്നെ പറയുന്ന കാര്യം എന്താ? അസ്തമനം, ഭൂതവും ഭാവിയും, ജീവിത ചിന്തകൾ, നാം മുന്നോട്ട്, രാഷ്ട്രീയ പിതാവ്, എബ്രഹാം ലിങ്കൺ, ലോകമാന്യ തിലക്, ലാലാ ലജ്പത് റായ്, അലി സഹോദരന്മാർ, യേശുദേവൻ, സമ്പൂർണ്ണ ജീവിതം തുടങ്ങിയവയും ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. അവസാന കാലത്ത് ഇദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. ഇക്കാലത്താണ് മികച്ച പല ഗ്രന്ഥങ്ങളും രചിച്ചത് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ KP കേശവമേനോനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ആണ്. അടുത്ത നവോത്ഥാന നായകൻ ആരാണ്? പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ. ആരാണ്? പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1796 1845 കാലഘട്ടം. 1796 1845 കാലഘട്ടത്തിലാണ് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. മലങ്കര സുറിയാനി സഭയിലെ നവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് എബ്രഹാം മൽപ്പൻ. മലങ്കര സുറിയാനി സഭയിലെ നവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ. മലങ്കര പള്ളിയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും ആര് തന്നെയാണ്? പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പനാണ്. കിഴക്കിന്റെ മാർട്ടിൻ ലൂതറും എന്ന് അറിയപ്പെടുന്നു. മലങ്കര പള്ളിയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പനാണ്. 1796 മാരാമൺ പാലക്കുന്നത്ത് കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1796 1837 ആദ്യമായി വിശുദ്ധ കുർബാന മലയാളത്തിൽ നടത്തിയ ക്രിസ്തീയ പുരോഹിതനാണ് ആര്? എബ്രഹാം മൽപ്പൻ. എന്താ പറഞ്ഞത്? 1837 ആദ്യമായി വിശുദ്ധ കുർബാന മലയാളത്തിൽ നടത്തിയ ക്രിസ്തീയ പുരോഹിതനാണ് എബ്രഹാം മൽപ്പൻ. മലങ്കര സുറിയാനി സഭയിൽ നിലനിന്നിരുന്ന ആചാര വൈകൃതങ്ങൾ തുടച്ചു നീക്കി സഭയെ ശുദ്ധീകരിക്കാൻ മിഷണറിമാരുമായുള്ള സമ്പർക്കം എബ്രഹാം മൽപ്പന് പ്രചോദനം നൽകി. ഓക്കെ, അടുത്തത് ആരാണ്? അടുത്തത് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം ജനിച്ചത് തൃശൂർ ജില്ലയിൽ അടാട് ഗ്രാമത്തിൽ 1896 ഫെബ്രുവരി 6-നാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ജനിക്കുന്നത്. 1896 അദ്ദേഹം ജനിക്കുന്നത്. ജന്മഗ്രഹത്തിന്റെ പേര് ഭാരതി ഭൂഷണം എന്നായിരുന്നു. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ ജന്മഗ്രഹത്തിന്റെ പേര് ഭാരതി ഭൂഷണം. കുറൂരിന്റെ സഹോദരൻ ദാമോദരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ സ്ഥാപകരിൽ ഒരാളാണ്. കുറൂരിന്റെ സഹോദരൻ ദാമോദരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ സ്ഥാപകരിൽ ഒരാളാണ്. ഹൈസ്കൂൾ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് 1920 ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഇദ്ദേഹം ചേർന്ന് പ്രവർത്തിച്ചു. ലോകമാന്യൻ എന്ന പത്രത്തിലെ ലേഖനങ്ങളിൽ അധികൃതർ രാജ്യദ്രോഹം കണ്ടെത്തിയതിന്റെ പേരിൽ 1921 കുറൂർ ആദ്യമായി ജയിൽവാസം അനുഷ്ഠിച്ചു. ഓക്കെ, പിന്നെ പറയുന്ന കാര്യം എന്താ? മിശ്ര ഭോജനം നടത്തിയതിന്റെ പേരിൽ സമുദായവും ഭ്രഷ്ട് കൽപ്പിച്ചു. ആരെ? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനെ. മിശ്രഭോജനം നടത്തിയതിന്റെ പേരിൽ സമുദായം ഭ്രഷ്ട് കൽപ്പിച്ചു. മാതൃഭൂമി ദിനപത്രത്തിന്റെ ആജീവനാന്ത പ്രിന്റർ ആൻഡ് പബ്ലിഷർ ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മാതൃഭൂമി ദിനപത്രത്തിന്റെ ആജീവനാന്ത പ്രിന്റർ ആൻഡ് പബ്ലിഷർ ആയിട്ട് പ്രവർത്തിച്ച ആരാണ്? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഖാദി പ്രസ്ഥാനത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയ പ്രമുഖ വ്യക്തിയും ആരാണ്? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. തൃശൂരിൽ ജവഹർ ബാലഭവൻ
ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. തൃശ്ശൂരിൽ ജവഹർ ബാലഭവൻ ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് എന്നുള്ള കാര്യം എഴുതുക. 1960 കേരള നിയമസഭ തിരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയ വ്യക്തിയും ആരാണ്? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. അതായത് നമ്മുടെ 1957 ഒന്നാം മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയെ രണ്ടാം ഇലക്ഷനിൽ 1960 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ആരാണ്? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. മണ്ഡലം മണലൂർ മണ്ഡലമായിരുന്നു. ഏതാണ് മണ്ഡലം? മണലൂർ മണ്ഡലം. ഉപ്പു സത്യാഗ്രഹത്തിനിടെ പോലീസ് ലാത്തിചാർജിൽ അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു. 1931 ഉപ്പു സത്യാഗ്രഹത്തിനിടെയാണ് അദ്ദേഹത്തിന് പോലീസ് ലാത്തിചാർജിൽ കാഴ്ച നഷ്ടപ്പെടുന്നത്. അദ്ദേഹം 1981 ഓഗസ്റ്റ് 31 അദ്ദേഹം അന്തരിച്ചു. 1981 ഓഗസ്റ്റ് 31 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും നവോത്ഥാന നായകന്മാരുടെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.